ഹലോ, ഇന്നിപ്പോൾ രാവിലെ വെളുപ്പാങ്കാലം 4:30 ഹാജരായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു ധന്യ വർമ്മ പുള്ളിക്കാരിയുടെ ഒരു പോഡ്കാസ്റ്റ് ഷോയിൽ ഒരു ഡോക്ടറിൻ്റെ ഒരു പോഡ്കാസ്റ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ കയറി കിടന്നത്. അതിനകത്ത് ഇങ്ങനെ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം ഉറക്കത്തിൻ്റെ കാര്യം. ഉറക്കമില്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സ്, ആൻസൈറ്റി ഇതെല്ലാം വന്ന് ആകെ താളപ്പിഴകളാകും, ജീവിതം ആകെ കോഞ്ഞാട്ടയാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന, ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് പറയുന്നത്. ബാക്കി ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 24 മണിക്കൂർ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നു, നേഴ്സ്, ടെക്നീഷ്യൻസ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നു. ഇവർക്കൊക്കെ എന്തുറക്കം കിട്ടിയിട്ടാണ്? ഇവർക്കൊക്കെ എന്തോരം സ്ട്രെസ്സും സ്ട്രെയിനും കാര്യം. ഇപ്പം എനിക്ക് തന്നെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഞാനൊരു നാഗവല്ലിയായി മാറും. അതെനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ ഞാനിതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇന്ന് രാവിലെ നടന്നൊരു സംഭവമാണ്. ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. സ്റ്റോപ്പ് മാറിയാണ് ഇറങ്ങിയത്. കാരണം അത്രയും ടയേർഡാണ്. രാവിലെയൊക്കെ അങ്ങനെ കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഭയങ്കര വീക്കാണ്. നമുക്ക് ഈ ഉറക്കമില്ലായ്മയാണ് ഒരു പ്രശ്നം. അതൊക്കെ പോട്ടെ. ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ്. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു മുട്ടച്ചോറ്. ഈ മുട്ടച്ചോറ് വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം വേറെ കറിയൊന്നും വയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ. ഇതാകുമ്പോൾ പിന്നെ ഇതിനകത്ത് എല്ലാ മസാലകളും കാര്യങ്ങളും എല്ലാം ഇട്ട് ചോറും കൂടി ഇട്ടങ്ങ് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടച്ചോറ് റെഡി. പിന്നെ ഒരു സാലഡോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ കറി കൊണ്ടുപോകുന്നില്ല. ഞാൻ എൻ്റെ കെട്ടിയവൻ എന്തായാലും ചിക്കൻ കറി കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ ചോറ് ഇച്ചിരി വെന്ത് പോയി. കുക്കറിലിട്ട് അടിച്ചപ്പോൾ ഒരു വിസിൽ കൂടുതൽ അടിച്ചുകൊണ്ട് ചോറ് ഇച്ചിരി ഇങ്ങനെ വെന്തിങ്ങനെ കട്ടയിട്ട് പോയി. സാരമില്ല, പക്ഷേ ടേസ്റ്റിനൊരു പ്രശ്നവുമില്ല. ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തപ്പോഴേക്കും സൂപ്പർ. പിന്നെ ഇത് കണ്ടോ, ഞാനൊരു മുട്ടച്ചോറ് വെച്ചാൽ വേർത്തൊലിച്ച്. ചില ആൾക്കാരൊക്കെ പറയും കുക്ക് ചെയ്ത് ട്രോമയായിപ്പോയി എന്നൊക്കെ. ശരിയാണ്. ഇങ്ങനെ ഈ ചൂടത്തൊക്കെ നിന്ന് കുക്ക് ചെയ്ത് വേർത്തൊലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കായാലും ട്രോമ വരും. ചില സമയത്ത് എനിക്കാണെങ്കിലും ട്രോമ വരും. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാനൊക്കെ ചില സമയത്ത് തോന്നും. എത്ര കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഈ ചൂടും വേർപ്പൊക്കെ കൂടെ ആകുമ്പോഴേക്കും ആകെ പ്രശ്നമാവും. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമുമാണ്. ഞാൻ രാവിലെ തന്നെ കഴിച്ചിട്ടാണ് പോണത്. കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടാണ് പോണത്. പിന്നെ ലഞ്ച് ബോക്സ് പാക്കിങ്, എൻ്റെ മുട്ടച്ചോറ് പാക്കിങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി റെഡിയായി വന്നു. 6:30 ആയിട്ടുണ്ടാവും. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ്. മക്കളെ ഉറങ്ങിപ്പോയി.